ഇപ്പോൾ പാകിസ്ഥാനെതിരെ മാത്രമല്ല തുർക്കിക്കെതിരെയും നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടൂറിസ്റ്റുകൾ തുർക്കിയിലേക്കുള്ള അവരുടെ സന്ദർശനം റദ്ദാക്കുന്നു മാത്രമല്ല ഔദ്യോഗികമായി ഇപ്പോൾ ടർക്കിഷ് കമ്പനിയായ സെലീബിയെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ കേന്ദ്ര നടപടിക്ക് പിന്നാലെ നെടുമ്പാശ്ശേരിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ് സിയാൽ. സെലിബിയുടെ 500ഓളം ജീവനക്കാരെ മറ്റ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളിലേക്ക് താൽക്കാലികമായി വിന്യസിച്ചിട്ടുണ്ട്. തൽക്കാലം പ്രശ്നം പരിഹരിച്ചെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നതാണ് മനസ്സിലാക്കുന്നത്. രാഗിൻ വിവരങ്ങൾ വേണ്ടി. രാഗിൻ, പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലാണ് ഈ സെലിബി ഇത്തരം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാര്യങ്ങൾ നിർവഹിച്ചു വന്നത്. അവരെ ഒഴിവാക്കുമ്പോൾ അതിനുള്ള മറു സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് നെടുമ്പാശ്ശേരിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്? സുരക്ഷിതമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനം നടത്തിയിരുന്ന ടർക്കിഷ് കമ്പനിയായിട്ടുള്ള സെലിബി എയർപോർട്ട് സർവീസിന്റെ സുരക്ഷാ ക്ലിയറൻസ് വ്യോമയാന മന്ത്രാലയം കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നെടുമ്പാശ്ശേരിയിലടക്കം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നത് സംബന്ധിച്ചുള്ള ഒരു യോഗം ചേർന്നിരുന്നു സിയാല്. അതിൽ ഈ സെലിബിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ മറ്റ് 3 ഏജൻസികളുണ്ട്. അതിലേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വിന്യസിച്ചിരിക്കുകയാണ്. WFS, AIASL, അജയ് എന്ന 3 ഏജൻസികളാണ് മറ്റ് ഉണ്ടായിരുന്നത്. അതിലേക്ക് ഇപ്പോൾ മാറ്റി വിന്യസിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു താൽക്കാലിക നടപടി മാത്രമാണ്. കാരണം ഇവർക്ക് പാസ് അടക്കമുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് സിയാൽ നടത്തിയതായി മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും. പ്രധാനമായും ഈ സെലിബിയെ ഒഴിവാക്കിയതിലൂടെ ഈ ഇന്റർനാഷണൽ തരത്തിലുള്ള സർവീസുകളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗത്തെയാണ് പ്രധാനമായും ബാധിച്ചത്. അതിനാണിപ്പോൾ ഇത്തരത്തിലൊരു ക്രമീകരണം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പരിഹരിച്ചു. പ്രത്യേകിച്ചും തായ്ലാന്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് 1 മണിക്കൂറിൽ 20 ടേക്ക് ഓഫ് ഒക്കെ വരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി ആ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങൾ കൂടുതലായി പരിശോധിക്കേണ്ടി വരും എന്നതാണ് സിയാലുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ തുർക്കിക്കെതിരെയും അസർബൈജാനെതിരെയും ഇന്ത്യയിൽ നിന്ന് ഓരോ പൗരന്റെയും ഭാഗത്തുനിന്നുള്ള പ്രതിഷേധമായിരുന്നു അത്. അങ്ങോട്ടേക്കുള്ള യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് അവസാനം അങ്കാരയ്ക്കൊക്കെ ഇവിടെ എല്ലാം സുരക്ഷിതമാണ്, ഇന്ത്യക്കാർക്ക് സുരക്ഷിതമാണെന്ന് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പൊ JNU തുർക്കി സർവകലാശാലകളുമായി കരാർ റദ്ദാക്കുന്നു. പിന്നാലെ ഇപ്പോൾ ജാമിയ മില്ലിയും റദ്ദാക്കി.